ഒരു വിഗ്രഹം ആരുടെയെങ്കിലും ജീവിതം മാറ്റൂ. അങ്ങനെ മാറിയ ഒരു വ്യക്തിയുണ്ട്. ആ ഒരു വ്യക്തിയുടെ പേരെന്ന് പറയുന്നത് നിഷാ സാരംഗാണ്. നിഷാ സാരംഗ് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. നീലു എന്ന് പറഞ്ഞാൽ, അതായത് ഉപ്പും മുളകിലെ നീലു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും. ഞാൻ ഫസ്റ്റ് പറഞ്ഞു വിഗ്രഹം അല്ലെങ്കിൽ ഒരു പ്രതിമ ഒരാളുടെ ജീവിതം മാറ്റിയ കഥ. എന്തായാലും ആ ഒരു കഥയെന്ന് പറയുന്നത് നമ്മുടെ നീലുവിൻ്റെ കഥയാണ്. നീലു തന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ അവർ ഒരു സിനിമയുടെ പ്രൊമോഷന് വന്നപ്പോൾ പറഞ്ഞൊരു കഥയാണിത്. എന്തായാലും ആ ഒരു കഥ എന്താണെന്ന് നോക്കാം. നമുക്കറിയാം നീലു ഉപ്പുമുളകിന് മുമ്പ് അത്ര വലിയ ഫേമസ് ഒന്നും അല്ലായിരുന്നു, ചെറിയ ചെറിയ സിനിമകളിലുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു കാര്യം തന്നെയാണ് നീലു നമ്മളോട് പറയുന്നത്. അതായത് ആ ഒരു സമയത്ത് തൻ്റെ ആ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. 1-2 സിനിമകളിൽ ജസ്റ്റ് മുഖം കാണിച്ച് പോകുന്നേ ഉള്ളായിരുന്നു. വലിയ രീതിയിൽ തൻ്റെ ഈ പൈസ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്ന് നീലു എടുത്തു പറയുന്നത്. അങ്ങനെ ഇരിക്കെ ലൈഫിൽ വലിയ രീതിയിലുള്ള കഷ്ടപ്പാടായപ്പോൾ ഗുരുവായൂർ പോകാമെന്ന് വെച്ചു. തൻ്റെ 2 കുട്ടികളെയും കൊണ്ട് ഞാൻ ഗുരുവായൂരിലേക്ക് യാത്ര തിരിച്ചു. ആകെ കയ്യിലുണ്ടായിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരാനുള്ള പൈസയും അതുപോലെ തന്നെ എന്തെങ്കിലും കുറച്ച് കഴിക്കാനുള്ള പൈസ മാത്രമായിരുന്നു. ഗുരുവായൂർ എത്തിയപ്പോഴാണ് താനൊരു പ്രതിമ കാണുന്നത്. ആ ഒരു പ്രതിമയ്ക്ക് എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ തനിക്ക് തോന്നിയെന്ന് നീലു എടുത്തു പറയുന്നുണ്ട്. ആ ഒരു പ്രതിമ മറ്റുള്ള പ്രതിമകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അതായത് മറ്റുള്ള പ്രതിമകളെല്ലാം ഓടക്കുഴൽ കൊണ്ടാണ് നിൽക്കുന്നത്. ഈ ഒരു പ്രതിമ എന്ന് പറയുന്നത് വെണ്ണക്കല്ല് പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. കൂടാതെ ശരിക്കും ഒരു ബാലൻ അവിടെ നിൽക്കുന്ന പോലെ തോന്നും ആ ഒരു പ്രതിമ കണ്ടാൽ. എന്തായാലും ആ ഒരു പ്രതിമ വാങ്ങിക്കാനുള്ള പൈസ തൻ്റെ കയ്യിലില്ലായിരുന്നു. എങ്കിൽ പോലും തനിക്ക് ആ ഒരു പ്രതിമ അവിടെ വെച്ചിട്ട് പോകണം അല്ലെങ്കിൽ അവിടെ ഇട്ടിട്ട് പോകണമെന്ന് തോന്നിയില്ല. അത് മേടിക്കണമെന്ന് തനിക്ക് അതിയായ ആഗ്രഹം തോന്നി. പിന്നെ കടക്കാരനോട് വില പേശി ആ ഒരു വിഗ്രഹം മേടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോകാനുള്ള പൈസ മാത്രമേ തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നീലു എടുത്ത് പറയുന്നുണ്ട്. എന്തായാലും അതിന് ശേഷം താനൊന്നും കഴിച്ചു പോലും ഇല്ലെന്നും ബസ് കൂലിക്കുള്ള പൈസ മാത്രമേ തൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ എന്ന് എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു വിഗ്രഹം വീട്ടിലെത്തിയ ശേഷം പിറ്റേ ദിവസം തൊട്ട് തൻ്റെ ലൈഫിൽ വലിയ അത്ഭുതങ്ങളാണ് നടന്നതെന്ന് നീലു എടുത്ത് പറയുന്നുണ്ട്. ഇത് എത്ര പേർ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഒരു വിഗ്രഹം കാരണം ജീവിതം മാറിയെന്ന് പറഞ്ഞാൽ ആരും തന്നെ വിശ്വസിക്കുകയില്ല. പക്ഷേ താൻ വിശ്വസിക്കും എന്നവർ എടുത്ത് പറയുന്നുണ്ട്. സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.